അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അല്ല, നിന്നോടാരാ പറഞ്ഞ്? മഞ്ജുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവിടെ പോലീസുകാരും ഗിരിയേട്ടനും രാവിലെ മുതൽ ടെൻഷനില്ല. നമ്മളെ കുറെ കാലം ജയിലിട്ട് സന്തോഷിച്ചല്ലേ, അനുഭവിക്കട്ടെ. അവരുടേക്ക് ഈ സങ്കടം കാണുമ്പോഴേ എനിക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശരിടാ, നീ എത്തറമ്പ് വിളിക്ക്, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. വരുന്ന വഴിക്കേ 2 ബീർ വാങ്ങിച്ചോ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. ശരിടാ. നിക്ക്, നിർത്ത് 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 നിർത്ത്. നിങ്ങളെന്നെ തല്ലുന്നതിൽ പ്രശ്നമൊന്നുമില്ല, എനിക്കിപ്പോ ഇത് ശീലമായല്ലോ. പക്ഷെ എന്തിനാന്ന് കൂടെ പറഞ്ഞിട്ട് തല്ല്? നിനക്ക് കാരണം അറിയില്ലടാ, മഞ്ജു എവിടെടാ? അത് ശരി, തന്റെ ഭാര്യനെ കാണാതെ പോയതിന് എന്നോട് ചൂടായിട്ടെന്താ കാര്യം? എടാ, ചോദിച്ചതിന് മര്യാദ ഉത്തരം പറടാ, ഇല്ലെങ്കിലിട്ടല്ലോ. നിർത്തടോ, നിനക്കൊക്കെ കുറച്ച് തടിയുണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിയില്ല. ഞാനാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പിടിക്കാൻ വന്ന് നിൽക്കൂ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ശത്രുക്കൾക്ക് ഒരു കുറവില്ലല്ലോ. ഉദാഹരണത്തിന് ആ പീതാംബരൻ, അയാളുടെ മോളെ ഗിരിയേട്ടൻ സെറ്റാക്കി വീട്ടിൽ വെച്ചിരിക്കല്ലേ. അല്ല, ഞാൻ നാട്ടുകാർ പറഞ്ഞത് ആവർത്തിച്ചെന്നേ ഉള്ളൂ. ഗിരിയേട്ടനും മഞ്ജുവും കൂടെ വെറുപ്പിച്ച ഗുണ്ടകൾ എത്ര പേരുണ്ടാവും? അവരെയൊക്കെ വിട്ടിട്ട് എന്താണാവോ താങ്കൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത്? എന്നാലും ഗിരിയേട്ടൻ എല്ലാ ശത്രുക്കളെക്കാളും പേടി എന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെന്ന് സമ്മതിക്കും. ഗിരിയേട്ടൻ എന്നെ എത്ര ഇങ്ങനെ തല്ലിയാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. ഗിരിയേട്ടൻ എന്റെ അടുത്ത് സമയം ചെലവഴിക്കുന്നതിന് പകരം ഭാര്യയെ പോയി അന്വേഷിക്കും. മഞ്ജു ഗിരിയേട്ടൻ രക്ഷിക്കാൻ വരുന്നതും കാത്തിരിക്കായിരിക്കും. അതെ മുകുന്ദ, മഹിമ എവിടെയാ? കോളേജിൽ കണ്ടില്ല. അല്ല, വീട്ടിലുണ്ടോ? അതോ അവളും മഞ്ജുവിന്റെ കൂടെയാണോ? നീ മിണ്ടാതെ നിന്നാലും നിനക്ക് അത്രയും കുറച്ച് തല്ലേ കിട്ടൂ. എനിക്ക് തല്ലിനെ പേടിയില്ലെന്ന് പറഞ്ഞല്ലോ മുകുന്ദ. നീ വെറുതെ അവന്റെ മീതെ സമയം കളയണ്ട, വാ പോ. അതെ, ഇനിയെങ്കിലും തല്ലുന്നതിന് മുമ്പ് കാര്യം എന്താണെന്ന് പറയണം. വെറുതെ രണ്ടുപേരുടെ ആരോഗ്യം കളയുന്നതിനാ. കിട്ടിയല്ലോ. ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ ഇവിടെ ആരും നിന്റെ ചേച്ചിയെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ട് അവര് കൂടുതൽ സൂക്ഷിക്കുന്നതായിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്താ അവർക്ക് എന്റെ മീതെ സംശയം തോന്നും. പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. ചേച്ചി എവിടെയാണെന്ന് നീ കണ്ടുപിടിക്കണ്ട. ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തു. ഓ, ഇപ്പോഴെനിക്ക് സമാധാനമായത്. രാത്രിയായിട്ടും വിവരമൊന്നും കിട്ടാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതായിരിക്കുമെന്ന്. അല്ല, എന്ത് ചെയ്തിട്ടാ നീ മഞ്ജുനെ രക്ഷിച്ചത്? ഞാനേ സഞ്ജുനെ തട്ടിക്കൊണ്ടുപോന്നു. എന്നിട്ട് ചേച്ചിയെ വെറുതെ വിട്ടില്ലെങ്കിൽ അവനെ പീസായിട്ട് വീട്ടിലേക്ക് അയക്കുമെന്ന് ഗോപാലിനോട് പറഞ്ഞു. അതൊക്കെ നീ വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ? ഒരിക്കലും അല്ല. ഞാൻ ഗോപാലിനോട് 1 മണിക്കൂറിനുള്ളിൽ ചേച്ചിയെ വെറുതെ വിട്ടില്ലെങ്കിൽ സഞ്ജുന്റെ വിരല് മുറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് അവന്റെ വിരല് മാത്രമേ എത്തൂ. നീ എന്നെ ഒരു തരത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താ സഞ്ജുവിനെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോ എന്ത് വേണം? ഗോപാലിന് സഞ്ജുവിനോട് ആകെയുള്ളൊരു മകനെന്ന നിലയ്ക്ക് സെന്റിമെന്റ്സ് ഉണ്ടാകാനാണ് സാധ്യത.
പക്ഷെ അവനൊരു ലോക തോൽവി ആയതുകൊണ്ട് അവൻ പോകുന്നെങ്കി പോട്ടേന്ന് ഗോപാലൻ കരുതിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്റെ ചേച്ചിയുടെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് നീ അയാളുടെ തീരുമാനത്തെ സ്വാധീനിക്കണം. നിന്റെ വീട്ടിലിപ്പോ ചേച്ചി വെറുതെ വിടണോ വേണ്ടയോ എന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ പോയി നല്ല രീതിയിൽ കരഞ്ഞ് നിനക്ക് നിന്റെ കൊച്ചിന്റെ അച്ഛനെ വേണമെന്ന് ഒരു സീൻ ഉണ്ടാക്കും. അത് കണ്ടിട്ട് ഗോപാലന്റെ മനസ്സലിയണം. ചേച്ചിയെ വെറുതെ വിടാൻ അയാൾ തീരുമാനിക്കണം. ശരി. ആ പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവന്റെ ഒരു വിരല് വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 40 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. ഓ ശരി. സഞ്ജു എന്ത് കാര്യത്തിനാണോ ഇവളുടെ മുമ്പിൽ ചെന്ന് ചാടിയത്? മരം മണ്ടൻ. എന്തു പറ്റി ഗോപാലേട്ടാ? വീണ്ടും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അച്ഛനെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു സന്തതി ഉണ്ടല്ലോ. അവൻ മഹിമയുടെ കൈ ചെന്ന് വീണ് കൊടുത്തിട്ടുണ്ട്. ഈശ്വര, മഞ്ജുവിനെ വെറുതെ വിട്ടില്ലെങ്കിൽ സഞ്ജുവിനെ തീർത്ത് കളയുന്ന മഹിമ പറയുന്നേ. അയ്യോ, എന്റെ സഞ്ജുവിനെ അവരെ കൊല്ലും. അച്ഛാ, സഞ്ജുവിനെ രക്ഷിക്കണം പ്ലീസ്. നിനച്ചെന്റെ കാല് പിടിക്കാം. എന്താ മോളെ ഈ കാണിക്കുന്നേ? സഞ്ജു എന്റെ മകനല്ലേ, അവനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. മോളിങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. അച്ഛാ പ്ലീസ്. മഞ്ജുവിനെ വെറുതെ വിടാൻ ഗോപാലേട്ടാ. നമുക്ക് സഞ്ജു തന്നെയാ വലുത്. അപ്പൊ ഞാനോ? മഞ്ജുവിനെ വെറുതെ വിട്ടാ മഹിമ അവളുടെ കയ്യിലുള്ള ലെഡ്ജർ എനിക്കെതിരെ ഉപയോഗിക്കും. അപ്പൊ ഞാൻ അഴി എണ്ണേണ്ടി വരും. അതിൽ ആർക്കും ഒരു കുഴപ്പമില്ലേ? നിനക്കെതിരെ അവർക്കൊരു കേസ് ഫയൽ ചെയ്യാനേ പറ്റൂ. അത് നമുക്ക് കോടതി വഴി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് സഞ്ജുവിന്റെ ജീവന്റെ കാര്യമാണ്. ഇങ്ങോട്ട് മാറടി. അച്ഛൻ ആരെയാ പേടിക്കുന്നേ? ആ മഹിമയോ? അച്ഛനെ കൊല്ലാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് അവള് വെറുതെ വിട്ടതാ. മഹിമയ്ക്ക് ഒരു കാരണവശാലും സഞ്ജുവിനെ കൊല്ലാൻ സാധിക്കില്ല. അവള് വെറുതെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുക. അവളുടെ വാക്ക് കേട്ട് മഞ്ജുവിനെ വെറുതെ വിട്ടാ അവളെ കൊണ്ടുള്ള ശല്യം നമുക്ക് കൂടെ ഉള്ളൂ. നമ്മള് തന്ത്രപൂർവ്വം എങ്ങനെയെങ്കിലും ആ ലെഡ്ജർ തിരിച്ചു മേടിക്കണം. അച്ഛൻ മഹിമയെ തിരിച്ചു വിളിക്കാൻ പോലും നിൽക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അവള് സഞ്ജുവിന് എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ അവളുടെ വേറെ നമ്പറാ അച്ഛാ. ഇപ്പൊ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?